ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിൽ എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നേരിട്ട് നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ സന്ദേശങ്ങളാണ്. അത് എത്ര പേർക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന അനേകം പേർക്ക് ഇത് വലിയ ഒരു അനുഗ്രഹവും മാറ്റത്തിന് തിരികൊളുത്തിയെന്ന് അറിയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി സങ്കീർത്തനങ്ങൾ 19-ാം സങ്കീർത്തനം 14-ാം വാക്യം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. അവൻ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുമ്പോൾ ആ ദൈവ പൈതൽ വിളിച്ചു പറയും, ആ ദൈവ വിശ്വാസി വിളിച്ചു പറയും, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ യഹോവയായ ദൈവമാകുന്നു. ആ ദൈവം വചനമാകുന്നു, ആ വചനം ദൈവമാകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം എൻ്റെ അകത്ത് വെളിപ്പെടുമ്പോൾ ഞാൻ വിളിച്ചു പറയും, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. എൻ്റെ വായിലെ ഓരോ വചനവും, വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വചനം എന്നാണ്, ദ വേർഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വായിലെ ഓരോ ദൈവവചനവും എൻ്റെ ഹൃദയത്തിലെ ഓരോ ദൈവവചനത്തിന്റെ ധ്യാനവും അനേകം പേർക്ക് പ്രസാദകരമായി തീരട്ടെ എന്നാണ്. ഒരു ദൈവ പൈതലാണോ, ആ ദൈവ പൈതലിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അത് എത്ര നല്ല വാക്കുകളാണോ അത്രത്തോളം പ്രാധാന്യം സ്വർഗം കൽപ്പിക്കും. നമ്മുടെ വായിൽ നിന്ന് ഒരിക്കലും അനാവശ്യമായ ഒരു പദങ്ങൾ ഉച്ചരിക്കുവാൻ ഇടവരരുത്. ഒരു ടാപ്പിൽ നിന്ന് ഒരിക്കലും കലങ്ങിയ വെള്ളവും നല്ല വെള്ളവും വരത്തില്ല. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം, മറ്റുള്ളവർക്ക് ഹൃദയം തണുപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ അകത്തു നിന്ന് വരുന്ന ഓരോ വാക്കുകൾ. അതുകൊണ്ട് ആ സങ്കീർത്തനം വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായി തീരട്ടെ. അനേകം പേർക്ക് പ്രസാദകരമായി തീരുന്ന വാക്കുകളായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി പ്രസ്താവിക്കുന്നത്. ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനമാണ് നിറയുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വചനം തന്നെയായിരിക്കും പുറത്തു വരുന്നത്. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിന്റെ നിക്ഷേപം ദൈവമാണെങ്കിൽ, നിന്റെ നിക്ഷേപം എൻ്റെ ഉടയവനായ ദൈവമാണെങ്കിൽ, ആ നസ്രയനായ യേശു ആണെങ്കിൽ, നിന്റെ ഹൃദയവും അവിടെ തന്നെയായിരിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ദൈവത്തിലും ദൈവവചനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലായതുകൊണ്ട് എൻ്റെ പ്രതിസന്ധികളിലും എൻ്റെ പ്രതികൂലത്തിലും എൻ്റെ അനുകൂലത്തിലും എല്ലാ മേഖലകളിലും എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പടക് മറിയുവാൻ അനുവദിക്കത്തില്ല. കാറ്റ് വന്നാലും കോള് വന്നാലും തിരമാല അടിച്ചുയർന്നാലും ഞാൻ ദൈവത്തിലും അവന്റെ വചനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവവൈതനായിരിക്കുന്നത് കൊണ്ട് ഗ്ലോറി ടു ഗോഡ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരിക്കലും താണു പോകത്തില്ല, വീണു പോകത്തില്ല, അഗാധ ധൂപത്തിലേക്ക് ഞാൻ ചെന്നു വീഴത്തില്ല. എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്, എന്നെ വീണ്ടെടുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. അത് നസ്രത്തുകാരനായ യേശുവാണ്. ആ യേശു എന്ന ആ വചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അത് ദൈവത്തിന് ഹിതമുള്ളതായിരിക്കും. അത് മറ്റുള്ളവർക്ക് പ്രസാദം വരുത്തുന്നതായിരിക്കും, മറ്റുള്ളവർക്ക് സുഗന്ധം വരുത്തുന്നതായിരിക്കും. എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും വാക്കുകളും, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകളും മറ്റനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും വരുത്തുന്നതായിരിക്കും. ഇവിടെ ഇതാ പറയുന്നു, എൻ്റെ വായിലെ വാക്കുകൾ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനമാകുന്നു. നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായി തീരരുത്, മറ്റുള്ളവരുടെ മുറിവ് കെട്ടുന്നതായി തീരണം. ഒരു നല്ല ശമരിയക്കാരനായി മാറുവാൻ, ഒരു നല്ല ശമരിയക്കാരിയായി മാറുവാൻ സ്വർഗം ഇന്ന് പകലിൽ നിങ്ങളെ സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന, മറ്റുള്ളവർക്ക് കരുണയേകുന്ന, മറ്റുള്ളവർക്ക് ഉയർച്ച നൽകുന്ന, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളിൽ ഇന്ന് പകൽക്കാലം നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ധ്യാനം മറ്റുള്ളവർക്ക് പ്രസാദമായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God be with you.